ഒരു ദിവസം കുട്ടൻ ബോറടിച്ചിരിക്കുന്നു. കുട്ട, എന്തു പറ്റി? ആകെ മൗനമാണല്ലോ. ഇതാര്? കുഞ്ഞിക്കിളിയോ? ഞാൻ ആകെ ബോറടിച്ചിരിക്കുവായിരുന്നു. ഓ കുട്ട, എങ്കിൽ നമുക്ക് ഭീമനെ കാണാൻ പോയാലോ? ഓ, ഹിമപ്രദേശത്തിലേക്കോ? അത് പൊളിക്കും. എങ്കിൽ നമുക്ക് വേഗം പോകാം. അങ്ങനെ അവർ ഭീമന്റെ സ്ഥലത്തിലേക്ക് ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിക്കുന്നു. ഇത് പൊളിച്ചല്ലോ. എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ. നീ ഈ മീനൊക്കെ കണ്ടോ? കണ്ടു. അടിപൊളിയാണല്ലോ. കുട്ട, ഇത് നോക്ക്. എവിടെയും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഇങ്ങോട്ട് വായോ. കൊള്ളാമല്ലോ കുഞ്ഞിക്കിളി, ഇത് നല്ല രസമുണ്ട്. കുട്ട, ഞാൻ ഈ മഞ്ഞുമലയുടെ ദ്വാരത്തിൽ നിൽക്കാം. എന്നെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? ഓക്കെ കുഞ്ഞിക്കിളി, അവിടെ പോയി നിൽക്ക്. A few moments later. വായോ, നമുക്ക് ഭീമനെ കാണാൻ പോകാം. വായോ, പോകാം. ഇതാര്? ഭീമനോ? ഞങ്ങൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എങ്ങനുണ്ട് എന്റെ നാടും പരിസരവും ഒക്കെ? സൂപ്പറാണല്ലോ. അതെ ഭീമ, നല്ല രസമുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. വീണ്ടും അവർ മുന്നോട്ടു പോകുന്നു. നമ്മുടെ കാപ്പിക്കുടിയൻ ഡിങ്കൻ എവിടെ? അവൻ ഏതോ ഒരു പഴയ കൂട്ടുകാരനെ കാണാൻ പോയിരിക്കുക. അപ്പോ അമ്മുവും സാറയും എവിടെ? സാര ഇപ്പോ അരുവിയുടെ അടുത്താണ് താമസം. ഞാൻ അവിടെയൊക്കെ പോയി നോക്കി, കണ്ടില്ല. അപ്പൊ പിന്നെ ഞാൻ കുട്ടന്റെ അടുത്തേക്ക് പോന്നു. അമ്മുവിന് എക്സാം ആയതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുവന്നില്ല. അതെ. അത് ശരി, അവരൊക്കെ ഉണ്ടായിരുന്നേൽ പൊളിച്ചേനെ. ശരിയാണ്. സാരമില്ല, നമുക്ക് ഇനിയും വരാമല്ലോ. അത് ശരിയാണ്. A few moments later. കൂട്ടുകാരെ, ഇതാണ് പെഞ്ചു, എന്റെ ഇവിടെയുള്ള ഉറ്റ സുഹൃത്ത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടമായോ? ഇവിടെ അടിപൊളിയല്ലേ? നല്ല ഇഷ്ടമായി. വരൂ, ഇവിടെ കുറെ വീടുകളുമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓ, വീടുകളുമുണ്ടോ? സമാധാനം. വായോ, നമുക്ക് പോയി കാണാം. അടിപൊളി. അങ്ങനെ കുട്ടൻ ഹിമപ്രദേശത്തിലെ ഓരോ കാഴ്ചകളും കണ്ട് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നു. A few moments later. കുട്ട, നീ എന്നെ കൂട്ടാതെ ഹിമപ്രദേശം കാണാൻ പോയല്ലേ? എന്നോട് മിണ്ടണ്ട. അയ്യോ, അത് നടക്ക്. എക്സാം ഉള്ളത് കൊണ്ടാമോ? നിന്നെയും കൊണ്ടുപോയാൽ അച്ഛനും അമ്മയും എന്നെ വഴക്ക് പറയും. പേടിക്കണ്ട, ഇപ്പോൾ എനിക്കവിടെ പരിചയമായി. നമുക്ക് പോകാം അമ്മു. ഡിങ്കനും സാറയും തിരിച്ചു വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ പോയി അടിച്ചു പൊളിക്കാം.